ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വ്യക്തിയോടുള്ള അഡിക്ഷൻ നമുക്ക് എങ്ങനെയാണ് കുറയ്ക്കാൻ സാധിക്കുക എന്നതിനെ കുറിച്ചാണ്. പലപ്പോഴും റിലേഷൻഷിപ്പിൽ ഒരു അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് റിലേഷൻഷിപ്പിലുള്ള രണ്ട് വ്യക്തികൾ, അതിലേതെങ്കിലും ഒരു വ്യക്തിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് ഒരു അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് രണ്ടു പേരും ഒരുപോലെ അനുഭവിക്കും എന്നുള്ളതാണ്. സോ ഇങ്ങനെയുള്ള ഈ ഒരു അഡിക്ഷൻ അതെപ്പോഴും ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഈ ഒരു അൺഹെൽത്തി അഡിക്ഷനെ നമുക്ക് എങ്ങനെയാണ് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുക, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുക, അതിനുവേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഈ ഒരു അഡിക്ഷൻ നമുക്ക് ഒഴിവാക്കണം അല്ലെങ്കിൽ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അങ്ങനെ ഒരു അഡിക്ഷൻ നമുക്കുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആ റിലേഷൻഷിപ്പിൽ നിലവിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. കാരണം അഡിക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കും. അതിന്റെ സയൻസ് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് എപ്പോഴും അവരെ കുറിച്ച് തന്നെ ചിന്ത, അതായത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ദിവസം അവസാനിക്കുന്നത് വരെയും അവരെക്കുറിച്ചാണ് നിങ്ങൾ കൂടുതലായിട്ട് തിങ്ക് ചെയ്യുന്നത്. കോൺസ്റ്റന്റ് ആയിട്ട് ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെക്കുറിച്ച് തന്നെയാണ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയി തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ ഒരു സൈന്. രണ്ടാമത്തെ കാര്യം, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തി ഇല്ലാതെ, ആ വ്യക്തിയുടെ പ്രസൻസ് ഇല്ലാതാവുന്ന സമയത്ത് നിങ്ങൾക്കൊരു എംപ്റ്റി ഫീലാണ് കൂടുതലായിട്ടും അനുഭവിക്കാൻ സാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഒരു സൈന്. കാരണം ആ വ്യക്തിയുടെ ഒരു മെസ്സേജ് ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ഇല്ലാതെ, അല്ലെങ്കിൽ അവരോട് സംസാരിക്കാതെ നിങ്ങൾക്ക് കുറച്ച് നേരം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് ആ ഒരു അഡിക്ഷൻ വന്ന് തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് നമുക്ക് ആ ഒരു അഡിക്ഷൻ ഉണ്ട് എന്നുള്ളതിന്റെ മറ്റൊരു സൈൻ. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ഒരു അപ്രൂവൽ, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരിക്കലും ആ വ്യക്തി നിങ്ങളെ വിട്ടു പോവില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഉറപ്പ് ആ വ്യക്തി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കുകൾ, അങ്ങനെയുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അവരിൽ നിന്നും ആവശ്യമുണ്ട്, അങ്ങനെയൊക്കെ ഒരു തോന്നൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് അഡിക്ഷന്റെ മറ്റൊരു സൈൻ. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു മിക്സഡ് ഫീലാണ്, അല്ലെങ്കിൽ കൂടുതലായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അങ്ങനെയുള്ള ഒരു അഡിക്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ളത്. സോ അഡിക്ഷൻ നമുക്ക് തീർച്ചയായിട്ടും കുറയ്ക്കാൻ സാധിക്കും, അതിന്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. ഇതൊരു പരിഹാരമില്ലാത്ത ഒരു കാര്യമൊന്നുമല്ല. തീർച്ചയായിട്ടും നമുക്കത് ഡീൽ ചെയ്യാനും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലേക്ക് അത് ചേഞ്ച് ചെയ്യാനും സാധിക്കും. സോ അതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം ഡിപ്പെൻഡൻസി കുറയ്ക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു അഡിക്ഷൻ വരുന്ന സമയത്ത് അവരില്ലാതെ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ കൂടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, അങ്ങനെയൊക്കെയുള്ള തോന്നലുകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു തീരുമാനങ്ങളോ ആയിരിക്കും കൂടുതലായിട്ടും ഈ ഒരു അഡിക്ഷന് കാരണമായി വന്നിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഡിപ്പെൻഡൻസി കുറയ്ക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് തനിച്ച് ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്താലും അത് ഓക്കെ ആവുമെന്ന് തോന്നുന്ന, നിങ്ങളുടെ ഹാപ്പിനെസ് കണ്ടെത്തുന്ന ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്വയം തന്നെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനെല്ലാ കാര്യത്തിനും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിലെല്ലാ കാര്യങ്ങളും പെടും. ചില സമയങ്ങളിൽ ചില ആളുകളെങ്കിലും പറയുന്നത് കേൾക്കാം, ഫുൾ ടൈം മെസ്സേജ് അയച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫോൺ കോൾ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ ലൈഫിൽ മറ്റൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തെക്കുറിച്ചും അവർ എൻഗേജ്ഡ് അല്ല മറ്റൊരു കാര്യങ്ങളിലും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെറുതായിട്ട് ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ആ ഒരു ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന കാര്യം കുറച്ചെങ്കിലും ഒന്ന് കുറയ്ക്കുക. പകരം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ ആ ഒരു എഫേർട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് പോകുന്നതിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതുപോലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടിയാൽ അത് ഓക്കെ ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ആ റിലേഷൻഷിപ്പിൽ കൃത്യമായ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ററാക്ഷൻസ് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ററാക്ഷൻസ് ലിമിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ആ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായി ബാധിക്കുന്ന രീതിയിലല്ല ഒരിക്കലും. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്ന സമയത്ത് അഡിക്ഷൻ ഉണ്ട് എന്നുള്ളത് ഒരു പക്ഷെ നിങ്ങൾക്കായിരിക്കാൻ തോന്നിയിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുക. എനിവേസ് അത് നിങ്ങൾക്ക് പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം, അതായത് സെക്കൻഡ് പോയിന്റ്, ഈ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത് കുറെ കൂടി വളരെ ഫാസ്റ്റ് ആയിട്ടും വളരെ
പ്രാക്ടിക്കലായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമായിരിക്കും. സോ ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ പോസിറ്റീവായ രീതിയിൽ എങ്ങനെയാണോ ആ റിലേഷൻഷിപ്പ് ഹെൽത്തിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുക, ആ രീതിയിലുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി മൂന്നാമതായി നിങ്ങളുടെ റൊട്ടീൻ തന്നെ ഒന്ന് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഡെയിലി റൊട്ടീൻ ഉണ്ടായിരിക്കും. നിങ്ങൾ രാവിലെ എണീക്കുന്നു, ആ ഒരു ദിവസം കംപ്ലീറ്റ് പോകുന്നത് വരെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് പോസിബിൾ ആകുന്ന, നിങ്ങൾക്ക് തന്നെ ഏറ്റവും വളരെ ബെറ്റർ ആയിട്ട് നിങ്ങളൊരു ബെറ്റർ പേഴ്സൺ ആക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറെ കൂടി ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ലൈഫ് തന്നെ മൊത്തത്തിൽ കളറാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറെ കൂടി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു റൊട്ടീനിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് പറയാം. നിങ്ങൾ തീരെ ജിമ്മിലോ അല്ലെങ്കിൽ എക്സസൈസ് ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ശീലങ്ങൾ തുടങ്ങാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ ഫാമിലി മെമ്പേഴ്സുമായിട്ടോ ഒക്കെ കുറെ കൂടി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കുറെ കൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തുക. ഇങ്ങനെ അതുവരെ നിങ്ങളുടെ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡെയിലി റൊട്ടീൻ ഉണ്ടായിരിക്കും. ആ ഡെയിലി റൊട്ടീനിൽ ചെറിയൊരു മാറ്റം വരുത്തിക്കൊണ്ട് കുറെ കൂടി പോസിറ്റീവ് ആയിട്ടുള്ളതും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നൽകുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് വൺ, കുറെ കൂടി കോൺഫിഡൻ്റ് ആകാനും നിങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനും നിങ്ങളുടെ സെൽഫിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എടുക്കാൻ സാധിക്കുമോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ടൈം കണ്ടെത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ചെറുതോ വലുതോ ആയിട്ടുള്ള ഒരുപാട് അച്ചീവ്മെന്റ്സ് നടക്കുന്നുണ്ടായിരിക്കും. അതിന് എത്ര ചെറുതാണെങ്കിലും അതല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും അത് സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്കൊരു പ്രൗഡ് ഫീൽ ഉണ്ടായിരിക്കും. നിങ്ങൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ആ റിലേഷൻഷിപ്പ് എന്നതിൽ ഉപരി നിങ്ങളുടെ ലൈഫിലും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ എൻഗേജ്ഡ് ആവുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അഡിക്ഷൻ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ആൻഡ് ഫൈനലി ഇത്രയൊക്കെ നിങ്ങൾക്ക് ചെയ്തിട്ടും പ്രത്യേകിച്ചൊരു മാറ്റം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇത് നമുക്ക് വളരെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് സ്വയം തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്